പടത്തിന്റെ പ്രൊമോഷൻ തകൃതിയായി നടക്കുന്നതിനിടക്ക് സംവിധായകൻ ലാൽ ജൂനിയറിനോട് ഒരു ചോദ്യമുയർന്നു. നടിഗറിലെ ഡേവിഡ് പടിക്കൽ എന്ന കഥാപാത്രം ഏതെങ്കിലും റിയൽ ലൈഫ് നടന്റെ റെഫറൻസിൽ നിന്നും ഉണ്ടായതാണോ എന്ന്. എന്നാൽ അദ്ദേഹം പറഞ്ഞത് അത് ഒരു നടന്റെ റെഫറൻസിൽ നിന്നുണ്ടായതല്ല, ഒരുപാട് നടന്മാരുടെ റെഫറൻസിൽ നിന്ന് ഉണ്ടായതാണ് എന്ന്. എന്നാൽ മലയാള സിനിമയിലെ ഒരു നടൻ സ്വയം ഇങ്ങനെ പറയുകയുണ്ടായി. താൻ തുടരെയുള്ള വിജയങ്ങളിൽ വൻ അഹങ്കാരിയായി മാറുകയും താൻ എന്തോ വലിയ സംഭവമാണ് എന്നൊരു തോന്നലുണ്ടാകുകയും എല്ലാവരോടും വളരെ റൂഡായി പെരുമാറുകയും തൻ്റെ പഴയകാല സുഹൃത്തുക്കളെല്ലാം ഒഴിവാക്കുകയും ചെയ്തിരുന്നുവെന്നും പിന്നീട് തുടരെയുള്ള സിനിമകൾ മാലപ്പടക്കം പൊട്ടുന്നത് പോലെ പൊട്ടി തൻ്റെ വിലയെല്ലാം നഷ്ടപ്പെട്ട് തൻ്റെ അഹങ്കാരമെല്ലാം ശമിച്ച് താനൊരു പരുവത്തിലായതിനു ശേഷം പതുക്കെ തൻ്റെ സുഹൃത്തുക്കളെയെല്ലാം കോണ്ടാക്ട് ചെയ്യുകയും തൻ്റെ അഹങ്കാരമെല്ലാം ശമിച്ച് സാധാരണ മനുഷ്യനായി മാറുകയും ചെയ്തു എന്ന്. ആരാണ് ആ നടനെന്നല്ലേ? വേറെ ആരുമല്ല, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ജയേട്ടൻ എന്ന് വിളിക്കുന്ന ജയസൂര്യയാണ് ആദ്യം അഹങ്കാരിയാകുകയും പിന്നീട് നല്ലവനാകുകയും ചെയ്ത ആ നടൻ. വിനയൻ സാർ സംവിധാനം ചെയ്ത തൻ്റെ ആദ്യ പടമായ